ബാലൻ ദി ബോയ് കണ്ടു. നല്ല ക്ലാസ് പടം. ഒരു ഭയങ്കര പോയറ്റിക് ആയിട്ടുള്ളൊരു പടം എന്നൊക്കെ നമ്മൾ പറയില്ല. ആ രീതിക്കുള്ളൊരു സാധനം. ജസ്റ്റ് ഒരു അമ്മയുടെ മോൻ്റെ ഒരു ജേണിയാണ് സിനിമയിൽ കാണിച്ചു തരുന്നത്. പക്ഷേ അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ടും അതിൻ്റെ സിനിമാറ്റോഗ്രഫി കൊണ്ടും ഇവരുടെയൊക്കെ പെർഫോമൻസ് കൊണ്ടും എനിക്ക് ഈ സിനിമയുടെ ഒരു ടോട്ടൽ ആ ഒരു കളർ ഗ്രേഡിങ് മുതൽ എല്ലാം കൊണ്ടും ഒരു 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 വൈബ് ഉണ്ട് ഒരു പടത്തിൽ. ഒരു മിസ്റ്ററി പ്ലസ് ഒരു ഫീൽ ഗുഡ്. ഇത് രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്തിട്ടാണ് ചില നേരത്ത് ഒരു ത്രില്ലർ സ്വഭാവത്തിലേക്കൊക്കെ നീങ്ങും. ഇങ്ങനെ ഒരു ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു കോംബോ ആണ്. ഒരു മിസ്റ്ററി പടങ്ങൾ നമ്മൾ കാണാറുണ്ട്, ഫീൽ ഗുഡ് പടങ്ങളും കാണാറുണ്ട്. പക്ഷേ ഇത് രണ്ടും കൂടി മിക്സ് എന്ന് പറയില്ല, ആ രീതിക്കുള്ളൊരു സാധനമാണ്. ഞാൻ പക്ഷേ ഇതിൻ്റെ ട്രെയിലറോ ടീസറോ ഞാൻ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് അവർ ഈ പോസ്റ്റർ മാത്രം കണ്ടിട്ടാണ് ഞാൻ ഈ പടത്തിന് കയറിയത്. ഞാൻ ഉദ്ദേശിച്ചത് ഒരു നോർമൽ, ഒരു സാധാരണ ഒരു ഭയങ്കര മെല്ലെ പോകുന്ന ഒരു ജസ്റ്റ് ഒരു അവാർഡ് പടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സിനിമയ്ക്ക് കയറിയത്. പക്ഷേ എൻ്റയർലി വേറൊരു സാധനമാണ് സിനിമ ചർച്ച ചെയ്ത് പോകുന്നത്. ആൻഡ് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും രണ്ട് പടമായിട്ട് നമുക്ക് തോന്നും. ഫസ്റ്റ് ഹാഫ് സിനിമ വേറെ ഒരു സെപ്പറേറ്റ് പടം, സെക്കൻഡ് ഹാഫ് വേറൊരു സെപ്പറേറ്റ് പടം. ആ രീതിക്കാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത്. പക്ഷേ സ്റ്റിച്ച് ചെയ്ത് പടം കഴിഞ്ഞ് വരുമ്പോൾ ഒരു പ്രോപ്പർ ക്ലോഷർ തന്ന് സിനിമ കണ്ടിറങ്ങി വരുമ്പോൾ നമുക്കൊരു ഒരു പ്രോപ്പർ സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. ആ രീതിക്കുള്ളൊരു പടമാണ്. ആൻഡ് സിനിമ വേറെ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അത് ചില നേരത്തെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ പടം ഭയങ്കര റോ ആയിട്ടും കുറച്ചും കൂടി ഡാർക്കായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡാർക്ക് അടിച്ച് നമുക്കൊരുമാതിരി ആയേനെ. പക്ഷേ ഇതിൻ്റെ ഒരു ക്ലോഷർ അടിപൊളിയായതുകൊണ്ട് സിനിമ നല്ലൊരു സംതൃപ്തിയോടെ നമുക്ക് ഇറങ്ങി വരാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പടം എന്ന് പറയില്ല, ആ രീതിക്കുള്ളൊരു സാധനമാണ്. ആൻഡ് ഈ സിനിമയുടെ ഒരു സോൾ എന്ന് പറയുന്നത് ഇതിലെ പെർഫോമൻസ് തന്നെയാണ്. പ്രത്യേകിച്ച് അമ്മയായിട്ട് അഭിനയിച്ചവരും ചെറിയ കുട്ടി, ആ കിഡിലും പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ കിഡിലും അവരാണ് ഷോൾഡർ ചെയ്ത് ഒരു പടം മുഴുവനായിട്ട് കൊണ്ടുപോകുക. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ വേറെ ആരും കാണില്ല, ഇവർ തന്നെ. പിന്നെ ഇടയ്ക്ക് ഒരു അമ്മൂമ്മയായിട്ട് വരുന്നൊരു ക്യാരക്ടറും അങ്ങനെ പിന്നെ പറഞ്ഞാൽ സ്പോയിലർ ആവുന്ന കുറച്ച് സാധനങ്ങളാണ്, അതുകൊണ്ട് പറയുന്നില്ല. പക്ഷേ പ്രത്യേകിച്ച് ഇവർ രണ്ടുപേരും ത്രൂ ഔട്ട് പടത്തിൽ നല്ല കിടിലൻ പെർഫോമൻസ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവർ സ്ക്രീനിൽ കാണുന്നത്. എൻ്റെ ഓർമ്മയിൽ ഇവർ ഞാൻ വേറെ കണ്ടിട്ടില്ല. വേറെ ചിലപ്പോൾ പടങ്ങളിലൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഇത് ഫസ്റ്റ് ടൈം അപ്പിയറൻസ് ആണോ എന്ന് അറിയില്ല, ആണെങ്കിൽ തന്നെ പൊളിച്ചു. അതിൻ്റെ അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇതിൻ്റെ പറഞ്ഞ പോലെ സിനിമാറ്റോഗ്രഫിയും എഡിറ്റ് ചെയ്തപ്പോൾ ഇതിന് യൂസ് ചെയ്തിട്ടുള്ള കളർ ഗ്രേഡിങ്ങും ഒരു ടോട്ടൽ ടോണിൻ്റെ ഒരു പടത്തിന് മുഴുവനായിട്ടും അതേ ഒരു സാധനത്തിൽ തന്നെ. ദെൻ പേസിങ്ങിൽ ചെറിയ അവിടെ ഇവിടെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഈ പടത്തിൻ്റെ ഒരു പോക്കെ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു ട്രാക്ക് മാറുമ്പോഴൊക്കെ ഈ സാധനം രസമുണ്ട്. സോ എന്നെ സംബന്ധിച്ച് നമ്മൾ സ്ഥിരം കാണുന്നൊരു സാധനമല്ല. എനിക്ക് എല്ലാ ആഴ്ച ഇറങ്ങുന്നൊരു നോർമൽ പടമായിട്ടല്ല ഇത് ഫീൽ ചെയ്തത്. ഇറ്റ്സ് സംതിങ് സ്പെഷ്യൽ. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു മിസ്റ്ററി തന്നെ ഒരു ഫീൽ ഗുഡ്, ആ ഒരു കോംബോ നമ്മളധികം കാണാറില്ല. അത് ഇതിൽ പ്രോപ്പറായിട്ട് വർക്കായിട്ടുണ്ട്. സോ എന്നെ സംബന്ധിച്ച് ഒരു പ്രോപ്പർ സാറ്റിസ്ഫൈങ് ആയ നല്ലൊരു പടം കണ്ട ഒരു ഫീലാണ് എനിക്ക് പടം കണ്ട് കഴിയുമ്പോൾ കിട്ടിയത്. കണ്ടു നോക്കുക. സിനിമ കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യും.